ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒന്നാണ് മാമ്പഴം. മാമ്പഴത്തിൻ്റെ സീസണാണ്. പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പച്ച മാങ്ങ ഇതുപോലെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ മാങ്ങ ഇല്ലാത്ത സമയത്തും നമുക്ക് മാങ്ങ കഴിക്കാം. പൂപ്പലൊന്നും അടിക്കാതെ വർഷങ്ങളോളം കേടുകൂടാതെ എങ്ങനെ മാങ്ങ ഇട്ട് വയ്ക്കാം, മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. മുഴുവനായിട്ടാണ് ഈ മാങ്ങ ഞാനിപ്പോൾ ഉപ്പിലിടാനായിട്ട് പോകുന്നത്. ആദ്യം കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം കാണരുത്. അതിനുശേഷം വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാങ്ങ ഇതുപോലെ ഏതെങ്കിലും ഒരു തവിയിൽ ഇതുപോലെ എടുത്ത് വച്ചതിന് ശേഷം ഒരു സെക്കൻഡിനുള്ളിൽ മാങ്ങയ്ക്കുള്ളിൽ മുക്കി എടുക്കണം. അത്രമാത്രം ചെയ്താൽ മതി. അങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാങ്ങയുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും ബാക്ടീരിയയോ അഴുക്കുകളോ ഉണ്ടെങ്കിൽ എല്ലാം പോയി നല്ല ക്ലീനായി കിട്ടും. അത് മാത്രമല്ല, ഈ മാങ്ങയുടെ ഞെട്ടിൻ്റെ അകത്ത് ഒരു ചോന, അതിൻ്റെ ഒരു കറയുണ്ടല്ലോ, ആ കറ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് വന്ന് ഈ മാങ്ങയുടെ തൊലിയുടെ മേളിൽ ഒരു ഷൈനിങ് ആയ ഒരു കോട്ടിങ്ങായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. പൂപ്പലടിക്കാതെ നമുക്ക് ഈ മാങ്ങ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിനാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മാങ്ങയും ഇതുപോലെ എടുത്ത് വച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒന്ന് നല്ലതുപോലെ തുടച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഈ തുടച്ച് വൃത്തിയാക്കിയ മാങ്ങ നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം അടുപ്പിൽ വച്ചത് നല്ലതുപോലെ തിളപ്പിക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പ് വേണമെന്നുള്ളവർക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിലും നല്ല അഴുക്കുണ്ട്. ഞാനിപ്പോൾ ഇന്ദുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇന്ന് അവൈലബിൾ ആണ്. ഹിമാലയൻ സാൾട്ട്, പിങ്ക് സാൾട്ട്, ഇന്ദുപ്പ് എന്ന പേരിലാണ് ഈ ഉപ്പ് അറിയപ്പെടുന്നത്. പ്രഷർ, കൊളസ്ട്രോൾ, ഇതുപോലെ പ്രഷറൊക്കെ ഉള്ളവർക്ക് ഈ ഉപ്പ് ഉപയോഗിക്കുന്നതാണ് വളരെയധികം നല്ലത്. അതല്ല, നിങ്ങൾക്ക് കല്ലുപ്പാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 250 ഗ്രാം തൂക്കത്തോളം അളവ് വരുന്ന ഉപ്പിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഏതെങ്കിലും ഒരു ജാറിലോ ഭരണിയിലോ നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി തുടച്ച്, ഒട്ടും വെള്ളം കാണരുത്. നമ്മുടെ കയ്യിലും ഒന്നും വെള്ളം കാണരുത്. നല്ല ക്ലീൻ ആയിരിക്കണം. നല്ലെണ്ണയോ കടുകെണ്ണയോ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് മാങ്ങ ഓരോന്നായിട്ട് ഇതിലേക്ക് പറക്കി വയ്ക്കാം. ഈ മാങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലാകും, നമ്മൾ ചൂടുവെള്ളത്തിൽ എടുത്തിട്ടതാണ്. ഒരല്പം നിറം മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നല്ല ഒരു പശ പോലെ അതിൻ്റെ കറ ഒട്ടിയിരിപ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മാങ്ങയുടെ ഞെട്ട് ഈ മൂട്ടിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കണം. നിങ്ങൾ കടുകെണ്ണ തടവി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ. കടുകെണ്ണയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. കടുകെണ്ണ താനേ ഒരു പ്രിസർവേറ്റീവാണ് കടുകെണ്ണ. അപ്പോൾ ഓരോന്നായി നമുക്ക് പറക്കി വെച്ച് കൊടുക്കാം. മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കരുത്. പതുക്കെ സോഫ്റ്റായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഉപ്പ് വെള്ളം നല്ലതുപോലെ തണുത്ത് കിട്ടണം. ഒരല്പം പോലും ചൂട് കാണരുത്, ചെറിയ ചൂട് പോലും കാണരുത്. നല്ലതുപോലെ തിളപ്പിച്ച് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പിൽ എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ അടിയിലോട്ട് ആയി കിട്ടും. അപ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ ഉപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരല്പം വെള്ളം കുറഞ്ഞു പോയി. അത് ഇനി ഞാൻ തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാങ്ങ മുങ്ങിക്കിടക്കണം. ഇതിൽ വിനാഗിരി ഒട്ടും തന്നെ ഞാനിതിൽ ചേർക്കുന്നില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അഥവാ നിങ്ങൾ വിനാഗിരി ചേർക്കുന്നു എങ്കിൽ സിന്തറ്റിക് വിനാഗിരി ഒരു കാരണവശാലും ചേർക്കരുത്. കാരണം അത് നമ്മുടെ വയറിന് നല്ലതല്ല. എൻ്റെ സ്റ്റൈലിൽ നിങ്ങൾക്ക് അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി കൂടും, ഇല്ലാത്തവർക്ക് വരാനുള്ള സാധ്യത 100% കൂടുതലാണ്. നിങ്ങൾ ഓർഗാനിക്കായിട്ടുള്ള കോക്കനട്ട് വാട്ടറിൽ നിർമ്മിച്ച വിനാഗിരി കിട്ടുന്നുണ്ട് നാച്ചുറലായിട്ട്. അങ്ങനെയൊക്കെ വിനാഗിരി കിട്ടിയാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.